നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് ഗ്രാജുവേറ്റഡ് ആയിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് അതിന്റെ കൂടെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത ഫാമിലി ബിഗ് പാർട്ട് ഈ ഒരു കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സപ്പോർട്ടിനും അവരെയും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹെൽത്ത് കെയർ ഇപ്പൊ ആരോൺ എന്നുള്ളത് നമ്മൾ തുടക്കം തൊട്ടുന്ന ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള കോഴ്സുകളാണ് ചെയ്യുന്നത്. അത് ഫോക്കസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഏതൊരു സിറ്റുവേഷനും വേണ്ടതാണ്. ഒരു മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ് ഹെൽത്ത് എന്നുള്ളത് അല്ലെ. എന്തൊക്കെ ഉണ്ടെങ്കിലും ഹെൽത്ത് ഇല്ലെങ്കിൽ അത് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കോഡിംഗ് ആണെങ്കിൽ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റലൈസ് ആവുന്ന സമയത്ത് ഡയറക്ട്ലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. സോ ആ ഒരു സമയത്ത് ഏറ്റവും നോബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, നമുക്ക് ഒരു മറ്റൊരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക സർവീസ് കൂടിയാണ് നമ്മുടെ ഹെൽത്ത് കെയറിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്തു, ഇനി കരിയറിലേക്ക് കടക്കുന്ന സമയമാണ്. അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ചെറിയ വാക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഹെൽപ്പാവും അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ എൻഷുർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ ഒരു കാര്യമുണ്ട് എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറും ഓട്ടോമാറ്റിക് ബിൽഡ് ചെയ്യും. നമ്മളൊരു സാറ്റിസ്ഫാക്ഷനോട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രോത്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ കൂടെ വരുന്നുണ്ടാവും.